ഡൽഹിയിൽ ആർക്കാണ് സാധ്യത എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട് AAP ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ഡൽഹി. അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഇപ്രാവശ്യം എന്താ പറയുക, വീണ്ടും 3-ാം പ്രാവശ്യം അദ്ദേഹം തന്നെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കണം വെച്ച് കഴിഞ്ഞാൽ BJPക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക, ഒരു നല്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അതിന് മുന്നത്തെ പ്രാവശ്യമായിട്ട് വളരെ അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിലുള്ള വിള്ളൽ, കോൺഗ്രസ് ശക്തമായിട്ട് മത്സരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പല ഡൽഹിയിലെ നമ്മൾ നോർത്ത് വെസ്റ്റ് ഡൽഹി, സൗത്ത് ഡൽഹി എന്ന് പറയുക, വെസ്റ്റ് ഡൽഹി, നോർത്ത് ഈസ്റ്റ് ഡൽഹി, സെൻട്രൽ ഡൽഹി, ന്യൂ ഡൽഹി, ഇങ്ങനെ പല 8-10 മേഖലകളായിട്ട് ഡൽഹിനെ തിരിച്ച് നിൽക്കുന്നതിൽ 2 മേഖല ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും AAPയും BJPയും തമ്മിൽ തുല്യ ശക്തിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം അവിടെയുള്ള മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞ ഭാഗം വെച്ച് എടുത്തു വരുമ്പോൾ ഏകദേശം BJPക്ക് ഒരു 30 സീറ്റിൻ്റെ അടുത്ത് വരെ കിട്ടാനുള്ള പൊസിഷൻ ഓൾറെഡി വന്ന് നിൽക്കാം. AAPക്ക് ഒരു 37 സീറ്റ്, കോൺഗ്രസിന് ഒരു 3 സീറ്റ്. ഈ ഒരു നിലവിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണുന്നത്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും അത് BJPയും AAPയും തന്നെ മത്സര രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ AAPക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ 2-3 സീറ്റിൻ്റെ മാർജിനായിരിക്കും AAPക്ക് സാധ്യത. പക്ഷെ അങ്ങനെ വന്നാലും BJPക്ക് 25 സീറ്റിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഏത് സമയം കേജ്രിവാളിൻ്റെ സർക്കാരിന് ഒരു ഭീഷണിയായിരിക്കും. കാരണം കേജ്രിവാളിനെതിരെ പല കേസുകളും വിഷയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അട്ടിമറിയിലൂടെ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒരു പക്ഷേ BJP ഭരണം പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കോൺഗ്രസുമായി ഒരു ശക്തമായ പോട്ടാപ്പോട്ടി നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഒരു മാനസിക പിന്തുണ കേജ്രിവാളിന് ഇല്ലാത്തൊരു സമയം കൂടി ആയതുകൊണ്ട് കേജ്രിവാളിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വൻ ഭൂരിപക്ഷം കിട്ടാതെ കഷ്ടി ഒരു 2-3 സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ സർക്കാരിന് നിലനിൽക്കാൻ കഴിയാതെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ കൊണ്ട് അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യം വളരെയധികമാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെയോ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ജനവിധി ആയിരിക്കില്ല ഡൽഹിയിൽ. ഉറപ്പായിട്ട് BJP ഒപ്പത്തിനൊപ്പം എത്താം. ഒരു ചെറിയ മാർജിന് മാത്രമാണ് AAP ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നത്തെ പൊസിഷനിൽ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ BJPക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 46 ലക്ഷം വോട്ട് വരെ സമാഹരിക്കാനുള്ള പൊസിഷൻ ഓൾറെഡി ഉണ്ട്. AAPക്ക് ഒരു 47 ലക്ഷം വോട്ടാണ് കിട്ടാനുള്ള സാധ്യത. പിന്നെ കോൺഗ്രസിന് ഒരു 7 ലക്ഷം വോട്ടൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ പോളിംഗ് ശതമാനം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 62-63 പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു ആവറേജ് വെച്ചാൽ നമ്മൾ നോക്കണം. അതിന് പോളിംഗ് ശതമാനം നന്നായിട്ട് വർദ്ധിച്ചിട്ട് 67-68 എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് AAPക്കാണ് ചാൻസ് വരിക. പക്ഷെ പോളിംഗ് ശതമാനം കുറയുകയാണ് ചെയ്യുകയാണെങ്കിൽ BJPക്കാണ് കൂടുതൽ അനുകൂലമായിട്ട് മാറുക. കാരണം ഡൽഹിയിലെ ഇപ്പോഴത്തെ വർത്തമാന കാല അവസ്ഥ വെച്ചിട്ട് പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് മാറും. കാരണം BJPയുടെ എല്ലാ വോട്ടേഴ്സും പോയിട്ട് വോട്ട് ചെയ്യും ഉറപ്പായിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത കാൽക്കുലേഷൻ അന്നത്തെ അവസ്ഥയിൽ പറയാൻ പറ്റും. ഓക്കെ.